നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാറോ. ഓക്കെ, ഇന്നത്തെ ഗൈഡൻസ് റിലേഷൻഷിപ്പ് മെസ്സേജ് എടുക്കാം. റിലേഷൻഷിപ്പിൽ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സണ് അവരുടെ മിസ്റ്റേക്സ് റിയലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അവർ നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷമോ വേദനയോ ഇല്ലാതെ, ഒരു സങ്കടം ഇല്ലാതെ ഇപ്പോൾ ഇത് വന്ന് നിങ്ങൾ കാണാൻ നിൽക്കില്ല അല്ലേ. അവരുടെ ഫീലിങ്സ് എന്താണ്, അവരെന്താ ചിന്തിക്കുന്നത് എന്നൊക്കെ നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? എവിടെയോ നിങ്ങൾക്കത് ഒരു അതിലെന്തൊക്കെയോ കുറവ്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നൊരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്, അകൽച്ചയോ അവർ അത്രത്തോളം ഫീലിങ്സ് ഇല്ല അല്ലെങ്കിൽ ഉണ്ടോ എന്ന രീതിക്ക് ആ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട് അല്ലേ. അവർ ചില കാര്യങ്ങൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ വലിയ ഇതാക്കി എന്നല്ല, എന്നാലും ചെറിയ ചെറിയ വേദനകൾ നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. സോ നമുക്ക് നോക്കാം, എന്നിട്ട് അവർ ചെയ്യുന്ന മിസ്റ്റേക്സ്, അവർ ചെയ്യുന്ന തെറ്റുകൾ അവർ തിരിച്ചറിയുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അവർക്ക് അതിൻ്റെ റിഗ്രറ്റ് ഉണ്ടോ എന്ന് നോക്കാം. നിങ്ങളടുത്ത് മാറി നിൽക്കുന്നു, സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ അടുപ്പമുണ്ടെങ്കിൽ തന്നെ ഒരു അകൽച്ച നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ടാണ് അല്ലേ. സോ നമുക്ക് നോക്കാം, അവർ എന്തെങ്കിലും ചെയ്തതിൻ്റെ ഒരു റിഗ്രറ്റ് അവരുടെ ഉള്ളിലുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എന്തെങ്കിലുമുള്ള ഫീലിങ്സ് കൂടി എടുക്കും ഞാൻ. ഓക്കെ, ഡു ദേ റിഗ്രറ്റ്? ഐ തിങ്ക് നിങ്ങൾ തമ്മിലൊരു ചെറിയ സെപ്പറേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് സെപ്പറേഷൻ ബ്ലോക്ക് ആയിരിക്കാം, നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവർ റിപ്ലൈ തരുന്നുണ്ടാവില്ല, അവർ അകൽച്ച വെച്ചിട്ടുണ്ടാവും നിങ്ങളുടെ അടുത്ത് നിന്ന്. കുറച്ച് പേര് ഹോൾഡ് ബാക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ഒരു ഹോൾഡിംഗ് ബാക്ക് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ ആദ്യം തന്നെ വന്നത് നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കർമ്മ എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു വിധി എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. സോ ഇവിടെ യൂണിവേഴ്സ് ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സ് അവർക്ക് ചില തിരിച്ചറിവുകൾ കൊണ്ടുവരുന്നുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം ഇതൊരു കർമ്മയുടെ കാർഡായിട്ടാണ് നമ്മൾ എടുക്കുക. സോ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ ഒരു റിയലൈസേഷൻ അവരുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇവിടെ സ്റ്റാർ ഉണ്ട്. സ്റ്റാർ എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി ഒരു വിഷ് എന്ന രീതിക്ക് പറയും നമ്മൾ. ഓക്കെ, അല്ലെങ്കിൽ ഹീലിംഗ് എന്ന് പറയാം. ഓക്കെ, സോ എവിടെയോ അവർ ഒരു ഹീലിംഗ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഹീലിംഗ് ആഗ്രഹിക്കുന്നു. അതിന് ഹീലിംഗ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരുടെ മനസ്സിൽ ആ തെറ്റ് റിയലൈസേഷൻ ഉണ്ട് എന്നാണ്. ആൻഡ് ഇവിടെ അവർ നിങ്ങളുടെ അടുത്തേക്ക് മുന്നോട്ട് കുറച്ചുകൂടി നിങ്ങളുടെ അടുത്ത് വീണ്ടും തിരിച്ചു വരണം എന്ന രീതിക്ക് ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് സോറി പറയാനുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു ഓഫറുമായിട്ട് വരുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. പക്ഷേ സ്ലോ ആക്ഷൻ ആണ്. ഓക്കെ, പെട്ടെന്ന് എടുത്ത് ആടിയുള്ള ഒരു ഇതൊന്നുമല്ല. അവർ സ്ലോ ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വരണം എന്ന രീതിക്കാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് അവർ മുൻപ് ചെയ്ത പോലെ ഇനി പറ്റില്ല എന്ന രീതിക്ക് ചിന്തിക്കുന്ന പോലെയാണ്. കുറച്ചുകൂടി എന്താ പറയുക, കമ്മിറ്റഡ് ആയിട്ട് വരണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, സോ അഗെയിൻ എനിക്ക് ആദ്യം തന്നെ ഈ കാർഡ് കാണുമ്പോൾ തന്നെ നമ്മളൊരു കർമ്മയുടെ കാർഡാണ് പറയാം. ഓക്കെ, സോ മേ ബി എവിടെയോ അവർ റിയലൈസേഷൻ അവരുള്ളിൽ തുടങ്ങിയിട്ടുണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ലൈഫിലൊരു പ്രതീക്ഷ നഷ്ടപ്പെട്ട പോലെയൊക്കെ അവർക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, ഞാൻ ഒന്ന് കുറച്ചുകൂടെ എടുക്കാം. 3 of Wands and 6 of Swords. അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ ഓക്കെ, അവർക്ക് അത് എൻഡ് ചെയ്യണം എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് എൻഡ് ചെയ്യണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് 4 of Cups ആണ്. സോ ഇപ്പോൾ അവർക്ക് ആക്ച്വലി അവർ വേറെ ഒന്നിലും ഇപ്പോൾ താല്പര്യമില്ലാതിരിക്കുകയാണ്. ഓക്കെ, അവർ വേറെ ഒന്നിലും ശ്രദ്ധിക്കുന്നില്ല, വേറെ ഒരു കാര്യത്തിലും അവർ താല്പര്യം നിൽക്കുന്നില്ല. ഓക്കെ, കാരണം അവർ നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നഷ്ടപ്പെട്ടത് നിങ്ങളെ തന്നെയാണ്. അവർ സ്വയം നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിലും ശരി, എവിടെയോ അവർ ആ ഒരു നഷ്ടം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരെങ്ങനെ മുന്നോട്ട് വരാം എന്ന രീതിക്ക് ഒരു പ്ലാനിങ് അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വേണ്ടത്, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇനി തിരിച്ച് ശരിയാക്കാൻ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് വരേണ്ടത് എന്ന് ചിന്തിക്കുന്ന പോലെ. 6 of Swords അത് തന്നെയാണ് മൂവിങ് എന്ന രീതിക്ക്. അതായത് മുന്നോട്ട് നിങ്ങൾ തമ്മിൽ പീസ്ഫുൾ ആക്കാൻ എന്താ വേണ്ടത്, ഓക്കെ, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കുക, ഈ മുമ്പുണ്ടായ പ്രശ്നങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്ന രീതിക്ക് ചിന്തിക്കുന്ന പോലെയാണ് കാണുന്നത്. സോ ഓക്കെ, ബട്ട് ഒരു സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് എനിക്ക് അറിയാമെന്ന് നോക്കട്ടെ. ഞാൻ കുറച്ചുകൂടി ഡു ദേ റിഗ്രറ്റ് ദെയർ ആക്ഷൻസ്. 5 Cups, Knight of Cups, Death card. ഓക്കെ, സി അഗൈൻ 5 Cups ആണ് വന്നിരിക്കുന്നത്. 5 Cups പറയുന്നത് നമ്മൾ ലോസിനെ കുറിച്ചാണ്.
ഓക്കെ. അവർ വിഷമിച്ചിരിക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ട് അവർ. ഓക്കെ, അതായത് നിങ്ങളെ നഷ്ടപ്പെട്ടു എന്നവർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. എപ്പോഴും ആ ഒരു ഇമോഷണൽ ലോസിനെയാണ് കാണിക്കുന്നത്. ഇമോഷണലായിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. ഓക്കെ, നിങ്ങളെ ഓർക്കുമ്പോൾ, നിങ്ങളെ നഷ്ടപ്പെട്ടു എന്നവർക്ക് കരുതുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ വിട്ട് മാറി നിൽക്കുമ്പോൾ അവർക്ക് ആ ഒരു വിഷമം അവർ ഫീൽ ചെയ്യുന്നുണ്ട്. മിസ്സിങ് എനർജി എന്നും പറയാം, ലോസിൻ്റെ എനർജി എന്നും പറയാം. നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് ഡെത്ത് ഉണ്ട് ഇവിടെ. സോ അവർ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സിറ്റുവേഷൻസിനെ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അഗൈൻ നൈറ്റ് ഓഫ് കപ്സ് എനർജി പറയുന്നത് അവർക്ക് നിങ്ങളോട് വീണ്ടും ആ ഒരു റൊമാൻറ്റിക് ആയിട്ട് വീണ്ടും ഒരു ഓഫറുമായിട്ട് മുന്നോട്ട് വരണം എന്ന് തന്നെയാണ്. നേരത്തെ പെൻറ്റക്കിൾസും കണ്ടു, ഇവിടെ കപ്സും ഉണ്ട്. സോ യെസ്, അവർ പ്രാക്ടിക്കലായിട്ട് ശരിക്കും അവരുടെ ഫീലിങ്സ് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം, നിങ്ങളുമായിട്ട് കൂടുതൽ അടുക്കണം എന്ന രീതിക്ക് തന്നെയാണ് ചിന്തിക്കുന്നത്. ഡെത്ത്, അവർ ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട് അവരോട്. ഓക്കെ, ഈ ഡെത്തൊക്കെ വരുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ തിരിച്ചറിവുകൾ വരുമ്പോഴേ ഈ ഡെത്ത് സംഭവിക്കുള്ളൂ. ഡെത്ത് എന്ന് പറയുമ്പോൾ ലിറ്ററലി എടുക്കരുത്. ഓക്കെ, അത് മാറ്റം എന്നാണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡെത്ത് എന്ന് പറയുമ്പോൾ ഡെത്ത് ആൻഡ് എ ന്യൂ ബിഗിനിങ് എന്ന് പറയും, എൻഡിങ് ആൻഡ് എ ന്യൂ ബിഗിനിങ് എന്ന് പറയും. അതായത് അവരുടെ ഉള്ളിൽ മാറ്റം സംഭവിക്കുകയാണ്. അഗെയിൻ വീൽ ഓഫ് ഫോർച്യൂണും ഞാനതാ പറഞ്ഞു. വീൽ ഓഫ് ഫോർച്യൂൺ പറയുമ്പോഴും എവിടെയോ സമയം തിരിഞ്ഞു വരാണ്, സമയം കറങ്ങി വരാണ്. സോ അവർക്ക് ചില റിയലൈസേഷൻസ് വരാണ്, പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലെയാണ്. പാസ്റ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു സമയമാണ് ഈ ഇങ്ങനെ വീൽ കറങ്ങുമ്പോൾ. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഡെത്ത് പറയുമ്പോഴും എവിടെയോ ചില കാര്യങ്ങൾ അവർ ചിന്തിച്ച് മനസ്സിലാക്കി മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. സോ എവിടെയോ അവർക്ക് ഉണ്ട്, തീർച്ചയായിട്ടും അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ വിട്ട് നിൽക്കുന്നതിനൊക്കെ അവർക്ക് നല്ലോണം വിഷമമുണ്ട് എന്ന് കാണുന്നുണ്ട്. അവർ നന്നായിട്ട് അവർക്ക് അറിയാം ദറ്റ് അവർ നിങ്ങളെ ഒരു ഓപ്ഷൻ പോലെ ട്രീറ്റ് ചെയ്തു അവരുടെ ലൈഫിൽ. ഓക്കെ, അതായത് നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് അവരുടെ മനസ്സിലുണ്ട്, ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ അവർ നിങ്ങളോടത് കാണിച്ചിട്ടില്ല. ഓക്കെ, അവരെപ്പോഴും നിങ്ങളോട് കാണിച്ചത് അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, വേറെ വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങളൊരു ഭാഗം ജസ്റ്റ് ഓക്കെ വൺ ഓഫ് ദ തിങ്സ് എന്ന രീതിക്കാണ് അവർ കാണിച്ചത്. അത് അവർക്ക് നന്നായിട്ട് അറിയാം ദറ്റ് അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്തത് ശരിയായിട്ടില്ല, തെറ്റായി പോയി എന്ന് അവർക്കറിയാം. ഓക്കെ, അതിനിവിടെ ഇപ്പോൾ അവർക്കറിയാം ദറ്റ് ഇംബാലൻസ് വന്നു നിങ്ങളുടെ ഇടയിൽ. അതായത് നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് കൊടുത്തുകൊണ്ടിരുന്നു, നിങ്ങൾ അവരെ കെയർ ചെയ്തുകൊണ്ടിരുന്നു, അവരെ എല്ലാം ശ്രദ്ധിച്ചു പിന്നാലെ നടന്നിട്ടുണ്ടാവും. ഓക്കെ, ബട്ട് അവരിങ്ങോട്ട് തന്നത് പോരാ എന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അവർ ആ റിഗ്രറ്റ് അവർ തീർച്ചയായിട്ടും ഉണ്ട് അവരുടെ ഉള്ളിൽ, ദറ്റ് ഞാൻ ചെയ്തത് ശരിയായില്ല എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ സൺ കാർഡ് ഉണ്ട്. സോ എവിടെയോ നിങ്ങളുമായിട്ടുള്ള ആ ഒരു സമയങ്ങൾ മിസ് ചെയ്യുന്നു, വീണ്ടും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, വീണ്ടും ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നു. എൻ്റെ ഇവിടെ ലവേഴ്സ് കാർഡ് ഉണ്ട്. സോ യെസ്, അവർ ഒരു ചോയ്സ്, ഒരു തീരുമാനം എടുക്കുന്ന പോലെയാണ്, നിങ്ങളെ ചൂസ് ചെയ്യുന്ന പോലെയാണ്, നിങ്ങളെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലെയാണ്. കാരണം എവിടെയോ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ആക്ച്വലി ആ ഒരു ഡിവൈൻ കണക്ഷനാണ്, ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് കണക്ഷനാണ് നിങ്ങളുടെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുമായിട്ട് ശരിക്കും ആ ഒരു യൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്, റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല അത് ചില തിരിച്ചറിവുകൾ കൂടിയാണ് ചില കാര്യങ്ങളുടെ. ഓക്കെ, ചോയ്സ് എന്ന് കൂടി പറയും. ലവേഴ്സ് കാർഡ് നമ്മൾ ചോയ്സ് എന്നാണ്. അതായത് ഒരു എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ മേലെ നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടാണ്, നിങ്ങളുമായിട്ട് ഇവിടെ ഹാപ്പിനെസ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ലവേഴ്സ് കാർഡ് കൂടി ഇവിടെ വെച്ചേക്കാം. ഓക്കെ, ആൻഡ് ഓഫറുമായിട്ട് വരുന്നു എവിടെയും കാണുന്നുണ്ട്. പേജ് ഓഫ് കപ്സ് ഉണ്ട്. പേഴ്സൻ്റെ ഫീലിങ്സ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരെന്താ ഫീൽ ചെയ്യുന്നത്, വാട്ട് ഡു ദേ ഫീൽ, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് വ്യൂവേഴ്സിനോട് പേഴ്സൺ ഇപ്പം എന്താണ് ഫീൽ ചെയ്യുന്നത്. 4 of Swords, Knight of Swords and Justice. യെസ്, അത് തന്നെയാണ്. സി ഇവിടെ അവർക്ക് ഇപ്പോൾ അവർ ഒരു മാറി നിൽക്കുന്നുണ്ട്. ഓക്കെ, അവർ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ഇനി അവർ ആക്ഷൻ എടുക്കാൻ ആണ് ചിന്തിക്കുന്നത്. ഓക്കെ, അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ എത്രയും പെട്ടെന്ന് വരണം എന്ന രീതിക്ക് അവരുടെ മനസ്സിൽ അവർ കുറച്ച് ബ്രേക്ക് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി പെട്ടെന്ന് ആക്ഷനായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇവിടെ ജസ്റ്റിസ് കാണുന്നുണ്ട്. സോ യെസ്, നിങ്ങളോട് ന്യായം ചെയ്യണം എന്ന രീതിക്കാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, സോ യെസ്, ഇവിടെ പേഴ്സണിന് തീർച്ചയായിട്ടും അവർക്ക് തിരിച്ചറിവ് വരുന്നുണ്ട്. ഓക്കെ, ദാറ്റ് അവർ നിങ്ങളോട് ചെയ്ത് ശരിയായില്ല. മേ ബി തേർഡ് പാർട്ടിയുടെ കാര്യമായിരിക്കാം, വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ അവർ നിങ്ങളെ ഒരു പ്രയോറിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ റിഗ്രറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഓക്കെ, വേറെ മെസ്സേജസ്. റിസോൾവിങ് ഇഷ്യൂസ് ഞാൻ പറയാം. ബൗണ്ടറീസ്, സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്. ഓക്കെ, സെലിബ്രേഷൻ ആഗ്രഹിക്കുന്നു. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു, അവർ നിങ്ങളുമായിട്ടൊരു സെലിബ്രേഷൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അതിൻ്റെ ഇവിടെ ഡിസിഷൻസ്, they need to gain clarity through decision making. സി ഞാനതാ പറഞ്ഞ ലവേഴ്സ് കാർഡല്ലേ പറഞ്ഞ ഞാൻ. ഓക്കെ, അവർ തീരുമാനമെടുക്കുന്നു, ഡിസിഷൻ എടുക്കുന്നു. ഓക്കെ, എന്താണ് ചോയ്സ് അവരുടെ ലൈഫിൽ വേണ്ടത് എന്നവർ തീരുമാനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് അവരുടെ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് സെലിബ്രേഷൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. റിസോൾവിങ് ഇഷ്യൂസ്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർ ഉള്ളിലെ കോൺഫ്ലിക്റ്റും ആയിരിക്കും കേട്ടോ. ഓക്കെ, അവരുടെ ഉള്ളിൽ തന്നെ ഒരു നമ്മൾ പറയില്ലേ നമ്മുടെ കൺഫ്യൂഷൻസ്, അതിനെ ഓവർകം ചെയ്ത് അവർ ഒരു സൊല്യൂഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ബൗണ്ടറി ഇവിടെ നിങ്ങളോടാണ് പറയുന്നത്. ഓക്കെ, എപ്പോഴാണ് ബൗണ്ടറി എവിടെ വെക്കണം, എത്ര
വെക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, അതുകൊണ്ട് ഇത് നിങ്ങളുടെ ഭാഗത്തേക്കുള്ള ഒരു മെസ്സേജാണ്. സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്, നെഗറ്റീവ് തോട്ട്സ് ആർ ക്രിയേറ്റിംഗ് റോഡ് ബ്ലോക്ക് ഇൻ യുവർ ലൈഫ്. ഇത് ഒന്ന് നിങ്ങളോട് പറയുന്നത്, നിങ്ങളും ഇവിടെ ചെയ്യാണ്ട് നിങ്ങളെ പേഴ്സണും ഉണ്ടാവാം ഇത് സെയിം തിങ്സ്. ഞാൻ ഐ തിങ്ക് ഇതിന് മുമ്പത്തെ റീഡിങ്ങിൽ നമ്മൾ പറഞ്ഞിരുന്നു. എന്നിട്ട് അവർക്ക് എവിടെയോ അവനവൻ പോരാ എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട് അല്ലേ. അവർക്ക് എന്തൊക്കെയോ കുറവുണ്ട്, തെറ്റുകളുണ്ട്, കുറ്റങ്ങളുണ്ട് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. സോ അത് മാത്രമല്ല, എവിടെയോ നിങ്ങളുടെ ഉള്ളിലും ആ ഒരു ഇതുണ്ട്. that നിങ്ങളും എന്തോ ഒരു അവനവനെ കുറച്ചാണ്, ചെറുതായിട്ടാണ് നിങ്ങൾ കാണുന്നത്. സോ അത് ചെയ്യാതിരിക്കുക അവിടെ. ഓക്കെ, നെഗറ്റീവ് തിങ്കിങ് വേണ്ട. എന്നിട്ട് നിങ്ങൾ ഒരിക്കലും കരുതരുത് that അവർക്ക് വേറെ ഓപ്ഷൻ പലതും കിട്ടും, ഞാനാണ് പോരാത്തത് എന്ന് ഒരിക്കലും നിങ്ങൾ പറയരുത്. ഓക്കെ, നമുക്ക് കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും, ഇല്ല എന്നല്ല. പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ആ എല്ലാ കുറ്റങ്ങളും കുറവുകളോടും കൂടി തന്നെ അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യും. അത് വേറെ ആർക്കും അത് കവർ ചെയ്യാൻ, വേറെ ആർക്കും ആ സ്ഥാനം എടുക്കാനും പറ്റില്ല. അതങ്ങനെയാണ്. ഓക്കെ, സോ അങ്ങനെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ വരട്ടെ നിങ്ങളുടെ അടുത്ത് അല്ലേ, അങ്ങനെയല്ലേ വേണ്ടത്. ഡിസെപ്ഷൻ, ഓക്കെ, നിങ്ങൾ തമ്മിൽ ആക്ച്വലി 7 of Cups ഞാൻ പറഞ്ഞവർ നിങ്ങളെ ഓപ്ഷനായിട്ട് ട്രീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ചില കാര്യങ്ങൾ അവർ നിങ്ങളെ ഒരു ഓപ്ഷൻ പോലെ വെച്ചപ്പോൾ മേ ബി അവരുടെ ലൈഫിൽ ഒരു മറ എപ്പോഴും ഉണ്ടായിരുന്നു. ചില കാര്യങ്ങൾ അവർ നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും മറച്ചിട്ടുണ്ട് എന്ന രീതിക്കാണ്. ആസ്ക് യുവർ ഏഞ്ചൽസ് എന്ന് പറയുന്നുണ്ട്. കാർഡ് ഞാൻ മറക്കണം. ഏഞ്ചൽസിനോട് നിങ്ങൾ അഡ്വൈസ് ചോദിക്കാൻ പറയുന്നുണ്ട്. ഏഞ്ചൽസിനോട് ഹെൽപ്പ് ചോദിക്കുക. നിങ്ങൾ ഏഞ്ചൽസ്, യൂണിവേഴ്സ്, ദൈവം, നിങ്ങൾ ആരെയാണോ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്, ഓക്കെ, നിങ്ങൾ ഹെൽപ്പ് ചോദിക്കുക. ഓക്കെ, പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. അത് തന്നെയാണ്. എവാലുവേഷൻ, ഫീഡ് ഔട്ട് വാട്ട് ഡസൻറ്റ് സെർവ് യു, റീവാലുവേറ്റ് സിറ്റുവേഷൻ. നിങ്ങൾ ആക്ച്വലി ഇവിടെ നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ വേണോ എന്ന് നിങ്ങൾ ചിന്തിച്ചോളൂ. ഓക്കെ, ഒരിക്കലും നമ്മൾ എപ്പോഴും റീഡിങ്ങിൽ എല്ലാവരും പറയുന്നത് പേഴ്സൺ തിരിച്ചു വരുമ്പോൾ അവരെ ഓക്കെ എല്ലാം ഫൈൻ, ശരി തന്നെയാണ്, സന്തോഷം. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് ഇത് നല്ലതാണോ എന്ന് നിങ്ങൾ തന്നെ സ്വയം തീരുമാനിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, ഈ പേഴ്സൺ ഇങ്ങനെ നിങ്ങളെ ശരിക്കും ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങളും ആലോചിക്കുക. ഓക്കെ, എത്ര നിങ്ങൾ വിട്ടുകൊടുക്കും അല്ലേ. ആ പേഴ്സൺ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ബൗണ്ടറി വെക്കാൻ പഠിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ആ ബൗണ്ടറി നിങ്ങൾ വെച്ച് നിൽക്കുക. ഒരുപാട് അവർ മിസ്ട്രീറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ പറ്റണം നിങ്ങൾക്ക്, ഇല്ല ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് പറയാനുള്ള ധൈര്യം വേണം. ഓക്കെ, അതൊക്കെയാണ് വേണ്ടത്. നിങ്ങളോട് പറയുന്നുണ്ട്, ഇവാലുവേഷൻ പറയുന്നുണ്ട്. Divine timing, manifestation, last card, putting in the work. Okay, good. സി ഇവിടെ പേഴ്സൺ തിരിച്ചു വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. എല്ലാം ഡിവൈൻ ടൈമിൽ. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ തീർച്ചയായിട്ടും ഉണ്ടാവും. മാനിഫെസ്റ്റേഷൻ കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാര്യങ്ങൾ നടക്കും. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ആൻഡ് ഇവിടെ പേഴ്സൺ ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ ഇടാൻ തയ്യാറാവും എന്ന രീതിക്കുമാണ് കാണുന്നത്. ആക്ഷൻ എടുക്കും അവർ. ഓക്കെ, ആക്ഷൻ ഹെൽപ്സ് അച്ചീവ് ഗോൾസ്, ബിൽഡിംഗ് ദ പാത്ത് ടു സക്സസ്. ഓക്കെ, ഇത് നിങ്ങളുടെ ഇപ്പം നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. സോ യെസ്, റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടാൻ അവർ തയ്യാറാവും എന്ന രീതിക്ക് പറയാം. മാനിഫെസ്റ്റേഷൻ പക്ഷേ നിങ്ങൾ സൂക്ഷിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കുക, നിങ്ങൾ നെഗറ്റീവ് തോട്ട്സ് വെക്കാതിരിക്കാം. ഓക്കെ, നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് തന്നെ വരും. പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പഠിക്കാം. നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കൂ, ആ പേഴ്സണിനെ കുറിച്ച് എന്നല്ല, നിങ്ങളെക്കുറിച്ച് തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കൂ. ആൻഡ് നിങ്ങൾ തമ്മിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള, അതായത് പേഴ്സൺ വന്നാൽ വീണ്ടും എന്നോട് അവോയ്ഡ് ചെയ്താലോ, അവർക്ക് വേറെ ഓപ്ഷൻ ഉണ്ടെങ്കിലോ, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. എല്ലാം മാറ്റി വെച്ച്, എല്ലാം ഓക്കെ ആയിട്ട്, എല്ലാം അവർ എന്നെ ചൂസ് ചെയ്തിട്ട് അവർ തിരിച്ചു വരും. ഓക്കെ, ഞങ്ങൾ തമ്മിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ ഒരു പോസിറ്റീവ് തോട്ട്സ് നിങ്ങൾ വെക്കാൻ തുടങ്ങും. ഓക്കെ, ആൻഡ് എവറിത്തിങ് ഹാസ് എ ഡിവൈൻ പർപ്പസ്. ആക്ച്വലി എല്ലാം ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. ആൻഡ് മാത്രമല്ല അതിനെല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ട് നമ്മുടെ ലൈഫിൽ. ഓക്കെ, സോ നിങ്ങൾ തമ്മിൽ എനിവേ ഇവിടെ ഒരു സെലിബ്രേഷൻ കാണുന്നുണ്ട്, നിങ്ങൾ ചൂസ് ചെയ്യുമെന്നുള്ളത് കാണുന്നുണ്ട്. സോ ബി പോസിറ്റീവ്, ബി റെഡി. ഓക്കെ, പേഴ്സൺ തിരിച്ചു വരാൻ എത്രയും വേഗം തിരിച്ചു വരട്ടെ, അല്ലെങ്കിൽ എത്രയും വേഗം നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ബെറ്റർ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആൻഡ് ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.